ബിസിനസ് സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി പൂനെയിലെ മലയാളികളുടെ ഇടയിൽ വളരെ സുപരിചിതനായ ഒരാളാണ്. അതുമല്ല, എല്ലാ നമ്മുടെ മലയാളികൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ്. ഷീബ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ MD ശ്രീനിവാസൻ. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. സാറിൻ്റെ നാട് കൊട്ടാരക്കര എന്ന് പറഞ്ഞു. ഒന്ന് കൊട്ടാരക്കരയിൽ എവിടെയാണ്? ഒന്ന് കൊട്ടാരക്കരയിൽ ഉമ്മന്നൂർ പഞ്ചായത്തിൽ മേൽക്കുളങ്ങര എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്, അവിടെയാണ് ആ ഗ്രാമം. മേൽക്കുളങ്ങര ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേൽക്കുളങ്ങര ഗ്രാമം ശ്രീ MK കുമാരൻ മുൻ എംപിയും പാർലമെൻറ്റ് മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഞാൻ എന്ന് പറയാം. സാറേ, മേൽക്കുളങ്ങര ആ ഗ്രാമത്തിൽ നിന്നും പൂനെയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ചെറിയതായ രാഷ്ട്രീയം തന്നെ. കാര്യം ആ വിദ്യാർത്ഥിയായ സമയത്ത് രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇടതുപക്ഷ രാഷ്ട്രീയം. മാമൻ പാർലമെൻറ്റ് മെമ്പറായിരുന്നല്ലോ, CPIയുടെ പാർലമെൻറ്റ് മെമ്പറായിരുന്നു. അപ്പോൾ അതുമായിട്ട് പഠിത്തം മുടങ്ങി പോകുമെന്ന് പേരൻസിനൊരു ഇത് വന്നപ്പോൾ അവരെന്നെ നാട് കടത്തിയാന്ന് പറയാം. അവിടെ നിന്ന് കഴിഞ്ഞാൽ മകൻ ഉഴപ്പിപ്പോവും എന്ന് വിചാരിച്ചുകൊണ്ട്. ഇത് മാത്രമല്ല, 1-2 ചെറിയ കേസുകളും ഉണ്ടായിരുന്നു എൻ്റെ പേരിൽ. അന്ന് തല്ല് കേസ് പാർട്ടിക്ക് വേണ്ടി എന്നുള്ളത് മാത്രം പറയാൻ പറ്റില്ല. NCC ക്യാമ്പിൽ ഒരു അടിയുണ്ടാക്കി, അതാണ് പ്രധാന കാരണമായത്. അന്ന് പുല്ലൂർ തൂക്കുപാലത്തിൻ്റെ കാവൽ നിന്ന പോലീസുകാരനെ ഞാനാണ് എടുത്ത് ആറ്റി തള്ളിയത്. ഒരുപാട്. അപ്പൊ ഈ അന്ന് കേസ് വല്ലതും ഉണ്ടോ സാർ? കേസൊക്കെ പോയി, ഇപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. ഈ ഒരു ചിട്ടി സ്ഥാപനത്തിലേക്ക് സാർ കടന്നു വന്ന ആ ഒരു സാഹചര്യം എന്തായിരുന്നു? പൂനെയിൽ വന്നു കഴിഞ്ഞു, വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്നു. ജ്യേഷ്ഠനുണ്ടായിരുന്നു അല്ലേ? ബ്രദല്ല എന്ന് ഇവിടെ LICയിലെ ഫീൽഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിന് ഫുൾ ടൈം ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും. അതൊരു പാർട്ട് ടൈം എന്നുള്ള രീതിയിലാണ് പുള്ളി തുടങ്ങി വെച്ചത്. അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ അന്ന് ആർട്സിലാണ്, ഇവിടെ വാടിയ കോളേജിലാണ് ആർട്സിൽ വിദ്യാഭ്യാസത്തിന് ചേർന്ന്. ആർട്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 10 മണി വരെയുള്ള ക്ലാസ്. അത് കഴിഞ്ഞാൽ എൻ്റെ സമയം കൂടി ഞാൻ ഇതിനകത്തും കൂടെ അദ്ദേഹം ചെയ്തൊരു നല്ല കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ടോട്ടലി ഞാൻ ഈ കുറച്ച് ഉഴപ്പി നടന്ന ആളായതുകൊണ്ട് എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റികൾ അന്ന് എന്നെ ഏൽപ്പിച്ചു. എന്നിൽ അർപ്പിച്ച കോൺഫിഡൻസും ആ വിശ്വാസവും അതുകൂടാതെ ആ റെസ്പോൺസിബിലിറ്റി തന്നതുകൊണ്ടാണ് ഞാൻ നേരെയായത്. അല്ലെങ്കിൽ ഞാൻ നേരെയാവത്തില്ലായിരുന്നു. കാരണം ഇവിടെ വന്നും കൂട്ടുകൂടുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു എന്നിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി എന്നെ ഏൽപ്പിച്ചു. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിയപ്പോൾ തീർച്ചയായിട്ടും ആ റെസ്പോൺസിബിലിറ്റി തരുന്ന കാര്യം ഭംഗിയായിട്ട് ചെയ്യണമെന്നുള്ള ഉത്തരവാദിത്വം കൂടി ചെയ്യണമെന്നുള്ള എനിക്കൊരു നിർബന്ധമുണ്ട്. ആ നിർബന്ധം കൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ സാധിച്ചത്. അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. കാരണം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നോക്കം പോവില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇങ്ങനെ ഈ ഒരുപാട് ഈ രീതിയിൽ വരുന്ന പിള്ളേർ ഒരിക്കലും മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് പൊതുവേ ഇങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഉത്തരവാദിത്തത്തോടുകൂടി അത് ചെയ്യുന്നുള്ള എൻ്റെ ജീവിതം തന്നെ അനുഭവം. പലരുടെയും ജീവിതത്തിൽ അടികൂടി ഇങ്ങനെ ബഹളം ഉണ്ടാക്കി നടക്കുന്ന കുട്ടികൾ അവര് റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരുടെ വലിയൊരു പാഠമാണ്. സർ, ഈ ചിട്ടീസ് കുറേസ് ഇതിന്റെ എല്ലാം വളരെ ഒരു വിശ്വാസതയാണ് നമ്മൾ തീർച്ചയായും കസ്റ്റമർക്ക് കൊടുക്കേണ്ടത് ഒരു ഏറ്റവും വലിയ വിശ്വാസതയാണ്. അത് ഷീബ ചിട്ടീസ് അല്ലെങ്കിൽ കുറേസ് ലിമിറ്റഡ് കമ്പനി ഇത് എത്രത്തോളം വിശ്വാസത കൊടുത്തിട്ടുണ്ട് സർ? അതിന് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ മതി. 68 കസ്റ്റമേഴ്സ് ഇന്ന് എൻ്റെ കസ്റ്റമേഴ്സാണ്. അത് ആണ് എനിക്ക് ISO സർട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എനിക്ക് നോട്ട് വർത്തി പോയിന്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരു ISO സർട്ടിഫിക്കേഷൻ അഭിമാനത്തോടുകൂടി പറയാം. കാരണം വളരെ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ISO 9001-2000 സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ചിട്ടീസ് കമ്പനി അത് ഷീബ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനാണ്. അത് വളരെ അഭിമാനത്തോടെ, അതൊരു മലയാളിയാണ് പൂനെ ആസ്ഥാനമാക്കി തുടങ്ങിയ ഈ കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ സാറിന് ഇപ്പോൾ കിട്ടാൻ പോകുന്നത് 9001-2000 കിട്ടാൻ പോകുന്നതല്ല, 2000 ഇപ്പോഴത്തെ സർട്ടിഫിക്കേഷൻ അങ്ങനെയാണ്. ഇപ്പോൾ ഈ 9001-2008 ആണ് ഇപ്പോഴത്തെ സർട്ടിഫിക്കേഷൻ. ഇപ്പം അത് ഇപ്പോൾ ആദ്യമായിട്ട് ഞാനാണ് സർട്ടിഫിക്കേഷൻ മേടിച്ചിരിക്കുന്നത്. ചിറ്റ് ഫണ്ട് സ്ഥാപനം. കാരണം അത്രയും വിശ്വാസത നമ്മുടെ ഉപഭോക്താവിന് കൊടുത്തു. 1968 മുതലുള്ള ഒരു കസ്റ്റമർ ഇന്നും സാറിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ മേഖലയിൽ വിശ്വാസതയാണ് ഏറ്റവും വലുതല്ലേ? ISO സർട്ടിഫിക്കേഷൻ ചെയ്ത സമയത്ത് അതിനകത്ത് ഈ നോട്ട് വർത്തി പോയിന്റിൽ ഒരു ഫസ്റ്റ് പോയിന്റ് അതാണ്.
68-ലെ കസ്റ്റമേഴ്സിൽ നിന്നും കസ്റ്റമേഴ്സാണെന്നുള്ളതാണ് ഏറ്റവും വലുത്. അത് ഒരു 5 വർഷത്തിന് മുമ്പ് എൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത സമയത്ത് ഞങ്ങളുടെ എൻ്റെ ഓൾഡ് കസ്റ്റമേഴ്സിന് അങ്ങനെയുള്ള 68-ലെ കസ്റ്റമേഴ്സിനെ ഇപ്പോൾ നിലവിലുള്ള 20 ആൾക്കാരെ ഞാൻ ആദരിക്കുകയുണ്ടായി.